എന്താ സാർ? അല്ല എന്താ മാഡം? ചേട്ടാ എനിക്കൊരു കുപ്പി വാങ്ങിച്ചു തരാവോ? ഏതായാലും കുഴപ്പമില്ല. ഹായ്, നല്ല കാര്യായി. ഞാൻ തന്നെ കുപ്പി വാങ്ങിക്കാൻ അവിടെ ആളെ നിർത്തിയിരിക്കാം. അറിയോ, ഭയങ്കര ക്യൂവാ. എന്നാ ക്യൂല് നിക്കണ ആളുടെ അടുത്ത് കൊടുക്കാവോ? മാഡത്തിനെ വില കൂടിയ സാധനമാണെങ്കിൽ ഞാൻ മോളിൽ നിന്ന് മേടിച്ചുതരാം. മതിയാ? അത് മതി. പിന്നെ ഇതൊന്ന് സൂക്ഷിച്ചു വെച്ചേക്കാമോ? ഓ, വേഗം ചെന്നില്ലെങ്കിലേ ചിലപ്പോ കട അടയ്ക്കും. 2000 ആണല്ലോ. ഓ, ഇനി അവിടെ വല്ലതും ബാക്കിയുണ്ടോ ചേട്ടാ? ഇക്കണക്കിന് പോയ ഗവൺമെന്റ് 24 മണിക്കൂറും തുറക്കും. മാഡം ഒരു 20 റുപ്പീസ് തരുമോ? ഒരു 20 റുപ്പീസിന്റെ കുറവുണ്ടേ. എന്തിന്? ഒരു പൈന്റ് വാങ്ങാനാ. കുറെ നേരമായിട്ടേ ഷെയർ ഇടാൻ ആളെ നോക്കിയിരിക്കുക, ആരും വന്നിട്ടില്ല. ഈ ഓട്ടോറിക്ഷയ്ക്കും ആളില്ല, സ്കൂട്ടറിനും ആളില്ല. അതാ. എന്താ സമരമാണോ? അയ്യോ അല്ല, അത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കോഡ് ഭാഷയാണേ. ഓ, ഓട്ടോറിക്ഷ 3 ടയർ, ഒരു പുള്ളു മേടിച്ച് 3 ആക്കും. സ്കൂട്ടർ 2 ടയർ, ഒരു പുള്ളു മേടിച്ച് 2 ആക്കും. എങ്ങനെ? അന്ന് 4 വീലർ നോക്കായിരുന്നില്ലേ? അയ്യേ, ആ കേസ് ഞാൻ ഏറ്റെടുക്കത്തില്ലേ. അതായത് പുള്ളാവുമ്പോൾ സൂക്ഷിച്ചൊഴിച്ചു വരുമ്പോൾ 13 രൂപയ്ക്ക് കിട്ടും. ഏത്? ഹാഫ് ആവുമ്പോൾ 6 രൂപയ്ക്ക് കിട്ടും. ക്വാർട്ടർ അടിച്ചിട്ട് ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോ പിറ്റു പോവും. പിന്നെ ഈ കൊച്ചിയിലെ കൊതുകിന് ഉറക്കാൻ നേരം കാണത്തുള്ളൂ, നമുക്കുറങ്ങാൻ നേരം കാണത്തില്ല. അയ്യോ പാവം, നമ്മൾ കുടിയന്മാർക്കല്ലേ ഒരു കുടിയന്റെ വിഷമം അറിയത്തുള്ളൂ. അതെ അതെ. എന്താ 50 ഉണ്ട്, ബാക്കി ടച്ചിങ്സിനോട് വെച്ചോ. അയ്യോ, എന്നും കുടിക്കാൻ ആവുന്ന തരട്ടെ. ടച്ചിങ്സ് കൂട്ടി ആദ്യമായിട്ടാ കുടിക്കാൻ പോണേ. ഹലോ. നീ നല്ല ഫിറ്റ് ആണല്ലേ. വെറുതെ അല്ലേ നീ ഫോൺ എടുക്കാത്തത്? ബോട്ടിൽ വാങ്ങിട്ട് ഇപ്പൊ വരാടി. ഇനിയിപ്പോ ഇങ്ങോട്ട് അധികം വരേണ്ടി വരുമെന്ന് തോന്നണില്ല. ഉടനെ ഫ്ലാറ്റ് ഓടേണ്ടി വരും. നീ അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. നമുക്ക് പറ്റിയൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ബേവറേജ്, സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽ എല്ലാം. അതെവിടെ? നമ്മുടെ പാലാരിവട്ടം വഴക്കിന്റെ അടിയിൽ. നീ എന്നെ കൊണ്ട് തെറി പറയിപ്പിക്കും. മാഡം കിട്ടി. പ്രളയം കഴിഞ്ഞിട്ട് ആരെങ്കിലും 10 പൈസയില്ല. ബീവറേജിലാണെങ്കിലോ ഒടുക്കത്തെ ക്യൂ. അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ കസ്റ്റമർ കെയർ ഇല്ലല്ലോ. അത് സത്യം. താങ്ക് യു. അത് വെച്ചോ. അയ്യേ, അതെനിക്ക് വേണ്ടത്. നീ കുറച്ചില്ല. വളരെ വളരെ നന്ദി. മാഡം, എന്നെ ആ ജംഗ്ഷനിലൊന്ന് വിടാമോ പ്ലീസ്? ശരി, കേറ്. ഞാൻ പുറകിൽ കയറണോ അതോ മുമ്പിൽ കയറണോ? മുമ്പിൽ കയറ്. ഞാൻ എന്താ ഡ്രൈവർ? തന്നെ പൊങ്ങണ വാതില. എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാം. പോവാ. സീറ്റ് ബെൽറ്റ് ഇട്ടോ. സീറ്റ് ബെൽറ്റാ? വലിച്ച് എത്തോ? എവിടെ? മാഡം, അയാള് വീണു. അതുകൊണ്ടാ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാം. എങ്ങടാ? അങ്ങനെയൊന്നുമില്ല. എന്താണ്? ഞാൻ കുക്കാ. കുക്കാ? മാഡം വേറെ മൂഡിലാന്ന് തോന്നുന്നു. അയ്യോ, പണിപാടി. എന്ത് പറ്റി? പെട്രോള് തീർന്നോ? പെട്രോൾ അടിച്ചോണ്ടോ നോക്കാൻ പോലീസ് പെട്രോൾ ബേവറേജിന് മുമ്പ് തന്നെ വന്നേക്കും. അയ്യോ, എന്താ ചെയ്യാ? ഞാനിവിടെ ഇറങ്ങിയാലോ? വണ്ടി ഓടിക്കാൻ അറിയോ? അത്യാവശ്യം ഉരുട്ടും. അത് മതി. ഈ പോലീസിന് അപ്പുറം വരുമെന്ന് വണ്ടി ഉരുട്ടി തന്നാ. വെള്ളടിച്ചിട്ടുണ്ടോ? അപ്പൊ ഡബിൾ മുട്ടല്ലേ? അയ്യേ, ഞാനാ ടൈപ്പല്ല. ഇതല്ലേ ഗിയർ? അത് ഹാൻഡ് ബ്രേക്ക്. അപ്പൊ ഇത് ഗിയർ? അത് ഗിയർ. എടുത്തോ. അതെനിക്കറിയാം. അയ്യോ, ക്ലച്ച് ഇല്ലല്ലോ. അയ്യോ, ഇത് ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെയും വണ്ടി ഇറങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ കാളിദാസൻ സാറിന്റെ വണ്ടിക്ക് 5 ഗിയറാ. പേരെന്താ? ബാബു. വെറുതെ അല്ല. വിട്ടോ. ഇനി അവരെ കണ്ണുരുട്ടി നോക്കണ്ട. വണ്ടി വിട്. നീ മാത്രം വലിച്ചാലും ചുറ്റിനുള്ള എല്ലാരും അനുഭവിക്കും. എനിക്ക് പല്ലുവേന ഉള്ളോണ്ടല്ലേ മാളു.
പല്ല് വേദന. ഞാൻ ഉള്ളിക്കെടുക്കാറില്ല, വെറുതെ ഇങ്ങനെ വലിച്ചു വിടാറേ ഉള്ളൂ. പോയി ഡോക്ടറെ കണ്ടൂടെ? പല്ല് ആരോടും പറയില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ മാളു, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ. വലിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കോ. കള്ളി. അല്ല, നമ്മളിനിപ്പോ എന്താ ചെയ്യാ മാളു? പല്ലെടുക്ക്. അതല്ല, ഫ്ലാറ്റിന്റെ കാര്യം. അത് നീ ഓക്കെ ലക്ഷ്യമേ? എന്തു പറ്റി? ചേച്ചി ചൂടുവെള്ളത്തിൽ കുറച്ച് ബ്രാൻഡി ഒഴിച്ച് കുറച്ച് കുരുമുളകിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പനി ഒന്ന് വെച്ച് പറയണേ. ആര് പറഞ്ഞു? ചേച്ചി ഞാനിപ്പോ ഗൂഗിൾ സെർച്ച് ചെയ്തോളൂ. പൊയ്ക്കോടുന്നു പെണ്ണെ, എന്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കണ്ട. അല്ലെങ്കിൽ ഇവിടുത്തെ കുപ്പിയിലെ അളവിന് ഇത്തിരി കുറവുണ്ടെന്ന് ഞാൻ പറയുന്നത് കേട്ട് മാളു. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. ചേച്ചി ഞാൻ കുടിച്ചു എന്നാണ് പറയണേ. ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ചെയ്തു പോട്ടെ ചേച്ചി. സത്യസന്ധതയ്ക്ക് ഈ നാട്ടിൽ ഒരു വിലയില്ല. എന്നോടോ ബാല? പോയി വാതിലോർന്നേ. എന്തൊരു ദേഷ്യം. കഴിയൂ, ഞാൻ നിനക്ക് പറ്റൊരു ഭർത്താവിനെ കണ്ടുപിടിച്ചു. നമുക്കിനി ഫ്ലാറ്റ് മാറേണ്ടി വരില്ല. പേരെന്തായിരുന്നു? വെയിറ്റ്, കേറി വാ. പെർഫെക്റ്റ് അല്ലേ? വലത് കാല് വെച്ച് കേറിക്കോളൂ. അയ്യോ, ഒറ്റ മിനിറ്റ്. മളു, അല്ല ഗായു, ഞാൻ പറയട്ടെ, പെണങ്ങല്ലേ. നീ എന്താ വൃത്തിയിട്ട പണിയാ ആന കാണിച്ചത്? ഞാൻ വല്ല തെറിയും വിളിച്ച് പറയൂട്ടാ. വെള്ളടിച്ച് കൂതറയാൻ നടക്കുന്ന കണ്ണി കണ്ട തടിമാടന്മാരെല്ലാം വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്നിരിക്കാ. ഓടി, നിനക്ക് വല്ല ബോധമുണ്ടോ ആന? നീ ഫിറ്റ് ആണല്ലേ? നിക്ക്, നല്ല ബോധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് കേക്ക്. അയാൾക്ക് ആ തടിയുണ്ടെന്നേ ഉള്ളൂ, നല്ല സ്ത്രൈണത്തെ ഉള്ള ആളാ. നിന്റെ ഭർത്താവ് പെർഫെക്റ്റാ അല്ല? ആനെ, നീ എന്റെ വായന്ന് വെറുതെ വല്ലതും കേൾക്കണ്ടാട്ടോ. ഒരു സ്ത്രൈണത ഇവളെവിടെ ഇരിക്കണു, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. അല്ല കായു, നാളെ നമുക്ക് ഇയാളെ വായി നോക്കിയുടെ ഭാര്യ കാണിച്ച പ്രശ്നം സോൾവ് ആവില്ലേ? അപ്പൊ പിന്നെ ഫാമിലി ഇല്ലാത്ത പ്രശ്നമില്ലല്ലോ. ഫാമിലി പിന്നെ ആ വിണ്ണപ്പനെ കണ്ട പറയും ചെയ്യും എന്റെ ഭർത്താവാന്ന്. ഈ കൂട്ടത്തില് ചേച്ചിയുടെ ഭർത്താവാന്ന് പറഞ്ഞാലേ വിശ്വസിക്കൂ. എന്നാ നീയും പോയി കെട്ടിക്കൊടി. ഞാൻ പറയാം ആന്റീനെ വിളിച്ചിട്ട്. വേണോ? ഓ, എന്തൊരാർത്തികൾക്ക്. നിനക്കെന്തൊരു കൊക്കപ്പുഴോ? എല്ലി തൊണ്ടേ കൂടെ ചത്തുപോയിരുന്നു. ബീഫാ? ആശാൻ, ഇതോടെ വെച്ചിട്ടുണ്ടേ. ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ചുറങ്ങിക്കും, നല്ല ഉറക്കം കിട്ടും. അയ്യേ, ഞാൻ വെളുത്ത് കഴിക്കില്ല. എനിക്കതിന്റെ കളർ കണ്ട അപ്പ ഛർദിക്കാൻ വരും. അതെന്താ? ഞാൻ പണ്ട് ചാരായ ഷാപ്പിലെ കുക്കായിരുന്നേ. സർക്കാർ ചാരായം നിരോധിച്ചപ്പോ ഞാൻ ആ മുതലാളിയുടെ വീട്ടിലെ കുക്കായി 5 വർഷം. അവിടെ നിന്നാണ് പിന്നെ ഞാൻ കാളിദാസാന്റെ വീട്ടിൽ വന്നത്. ആരെ കാളിദാസൻ സാറ്? ചേട്ടൻ പഠിപ്പിച്ച സാറാ? അയ്യേ, കാളിദാസൻ സാറ് സാറല്ല, പിന്നെ പുരാവസ്തു ഗവേഷകനാ. ഇപ്പൊ എന്നെ കാണാണ്ട് വിഷമിക്കണ്ടോ? അങ്ങനെ തന്നെ വേണം. പിന്നെ എന്തിനാ അവിടെ നിന്ന് പോന്നേ? ശരിക്കും പോരാനുള്ള കാരണം വേറെയാ. അയ്യോ ബാബു ഏട്ടാ, എന്തിനാ ഈ കല്ലിലാട്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ആ ഗ്രൈൻഡറിൽ അരച്ചാ പോരെ? കല്ലേലിട്ട് ഇങ്ങനെ ആട്ടിയെടുത്തല്ല ഉണ്ണിയപ്പത്തിന് തിന്നുമ്പോ മയം ഉണ്ടാവുള്ളൂ. ഓ മയം. എന്നെ പഠിപ്പിക്കണ്ട, മായ പോയേ. ഉണ്ണിയപ്പത്തില് കല്ല് കടിച്ചിട്ടേ പല്ല് പുളിച്ചിരിക്കുക കാളിദാസന്റെ. ഞാൻ ഉണ്ടാക്കിയ ഉണ്ണിയപ്പത്തിൽ നല്ല കല്ലടിച്ചത്. ഞാൻ ചോദിച്ചല്ലോ, ചിലപ്പോ മായ ഉണ്ടാക്കിയ കറിയുന്നായിരിക്കും, ഒന്നും അറിയില്ലല്ലോ. ഞാനേ തല്ല് പിടിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗ്രൈൻഡറിൽ ഇത് 10 മിനിറ്റ് കൊണ്ട് ആട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കറക്കി കൈയിട്ട് മാന്താണ്ട്, അതും നല്ല വൃത്തിയായിട്ട്. ഓ, അപ്പൊ എനിക്ക് വൃത്തിയും മേനയില്ല എന്നാണല്ലേ മായ പറഞ്ഞു വരുന്നത്. ഞാൻ നിർത്തി. എന്തൊരു അമ്മായിമ്മ പോര്. ഞാനതൊക്കെ എന്താണ്ട് ആദ്യം ചെയ്യുന്ന പോലെയാ. പോടുന്നു.
ബാബു ബാബു ബാബുവേ കൊള്ളാം വലിച്ചു കയറ്റിക്കോ ബാബു നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു നീ എവിടെയായിരുന്നു സാധാരണ ഞാൻ വരുമ്പോ നീ ഗേറ്റ് മുമ്പിൽ വായം പിടിച്ച് നിൽക്കാറിലാണല്ലോ എന്തു പറ്റി 2 ഈച്ച പറ്റി. എടാ മായ പറയുന്നു നീ കാര്യമായിട്ട് എടുക്കണ്ട അത് നീ കഷ്ടപ്പെടണമെന്ന് എഴുതി പറയുന്നതല്ലേ നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേടാ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിലെ കല്ല് കടിച്ചിട്ട് പല്ല് പോയെന്ന് പറയണത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഒന്നുമല്ല. ഉണ്ണിയപ്പത്തില അങ്ങനെ പറഞ്ഞോളൂ. ഊവ്. എടാ അത് കല്ല് കടിച്ചു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ ഉണ്ണിയപ്പത്തി കല്ല് കടിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ചോദിക്കണല്ലോ അവളോട്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്. എന്തിനേ ഒളിച്ചു കളി? ഒളിച്ചു കളി എന്തൊക്കെയാ നീ പറയുന്നത്? തൊട്ടെല്ലാം കുറ്റ, അരച്ചാ കുറ്റം, ആട്ടിയാ കുറ്റം, മുറ്റമടിച്ചാ കുറ്റം, വിറക് കൊത്തിയാ കുറ്റം. എടാ ബാബു അത് പരക്കാൻ ആട്ടാനൊക്കെ ഇവിടെ ഹെവി മിക്സി ഉണ്ടല്ലോ അതാ. ഞാനിതൊക്കെ ചെയ്യണതേ എൻ്റെ ഒരു ശരീര വ്യായാമത്തിനും കൂടിയാ. നാട്ടിലായിരുന്നപ്പോ 2 നേരം കളരി പോയിരുന്ന ആളാ ഞാൻ. എന്തിന്? കസർത്തിന്. ഓ ഓ അതെ, അതൊന്നും ഇവക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ല. പിന്നെ എടാ ബാബു നല്ല വിശപ്പുണ്ട്. വിശക്കട്ടെ. നീ വല്ലതും കഴിച്ചോടാ. എടാ ഞാനിങ്ങോട്ട് വരുമ്പോ നല്ല ഉഗ്ര സ്മെല്ല് അടുക്കളയെന്ന് വരുന്നുണ്ടായിരുന്നു. ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഞാനേ ഇന്ന് പോത്തിറച്ച് കുമ്പളങ്ങ ഇട്ട് വെച്ച്. എന്ത് കുമ്പളങ്ങ? ഇത് പുതിയ പരീക്ഷണമാണ്. ആ സ്മെല്ല് സൂപ്പർ സ്മെല്ലായിരുന്നു. നീ വാടാ അത് കഴിച്ചിട്ട് തന്നെ കാര്യം. പോത്തിറച്ചിയും കുമ്പളങ്ങയും ഉഗ്രൻ കോമ്പിനേഷൻ. നിനക്കാടാ ശരിക്കും പാചകരത്ന അവാർഡ് വരേണ്ടത്. ഉണക്കപ്പടം ഇതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ? ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിടിയും കോഴി വറുത്തരച്ചു വെച്ച കറിയും കഴിച്ചു നോക്ക്. 2 തേങ്ങ ചേർത്തിരിക്കുന്നെ, ഒന്ന് കഴിച്ചു നോക്ക്. ഇത് എവിടെന്നാ കിട്ടിയേ? എവിടുന്നും കിട്ടിയതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. മാർക്കറ്റിൽ പോയപ്പോ. മാർക്കറ്റിൽ ഇതിനാ പറഞ്ഞു വിട്ടേ അല്ലേ? കുറച്ച് പൊളിച്ചു. എടാ ബാബു ഇത് കണ്ടു പഠിക്കടാ നീ. ഇതാണ് ഫുഡ്. മോഡലാണ് മോനെ. ഈശ്വരാ രക്ഷതു. ഇത് ശരിയാവും. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയല്ല. ആരാ അടുത്തിരിക്കുന്ന സഹായി? ഗംഭീര നാളല്ലേ? ഓ മകം പെണ്ണുങ്ങൾക്ക് ബെസ്റ്റ് നാളാ. ഈ ബാബുവിന്റെ നാളെന്താ? ആയില്യം. ഓ ആണുങ്ങൾക്ക് ബെസ്റ്റ് അല്ലേ? അതാണുങ്ങൾക്ക്. പക്ഷെ ഇയാളാണോ? ചക്കളിയാക്കടി. പാവൊന്നുമല്ല. ഇവിടെ അമ്മായിയമ്മ ഇല്ലാത്തതിന്റെ കുറവ് ഞാൻ അറിയുന്നില്ലല്ലോ. ഫോൺ എടുത്താലോ അപ്പ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്താ പറയണേന്ന് കേൾക്കാൻ വേണ്ടി. ന്യൂസ് ഏജൻസി എത്ര ചീത്ത പറഞ്ഞാലും അതുകൊണ്ട് പുള്ളിക്കാരന് ഒരു പ്രശ്നവുമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞ അവന് ജീവനാ. അതുകൊണ്ടല്ലേ എത്ര പ്രശ്നം ഉണ്ടായാലും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല, പോകാൻ വേറെ സ്ഥലം ഇല്ലാത്തോണ്ടാ. ശരിയല്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? പിന്നെ ഞാനവിടെ നിന്നില്ല. എന്റെ കുറച്ച് സാധനങ്ങളുമായിട്ട് ഞാൻ വെളുപ്പിനെ വണ്ടി കയറി. 8 കൊല്ലം ഞാൻ കാളിദാസാന്റെ കൂടെ നിന്ന്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കല്യാണം കഴിയണ വരെ. പക്ഷെ പോരണ്ടായിരുന്നു. അവർക്കത് വിഷമാവില്ലേ? ആവണമല്ലോ. പെണ്ണിന്റെ വാക്ക് കേട്ട് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെയോ? അതെ, ഇവിടെ ഞങ്ങള് 4 പെണ്ണുങ്ങളല്ലേ? അയ്യേ അത് അങ്ങനെയല്ലല്ലോ. പിന്നെ ഇവിടെ വേറൊരാണ് വന്ന് കയറുന്നവരെ ഒരു കുഴപ്പമില്ല. അതുണ്ടാവുമ്പോ എന്തായാലും. ആണോ? ഇനി അങ്ങോട്ടും പോണ്ട. ആയിക്കോട്ടെ. നമുക്കിങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ അടിച്ച് ജീവിക്കാം. അതെ. ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചതായിരുന്നെങ്കിൽ ഇത്രയൊന്നും കഴിക്കില്ല. എനിക്ക് നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായി. മാഡം എന്റെ ചമ്മന്തി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കായു? ചമ്മന്തി ഇഷ്ടമായില്ലേ? ആശാന്റെ നാട് എവിടെയാ? കൊട്ടാരക്കര. അതെ, ആശാൻ ഇവിടെ കിടക്കട്ടോ, നമ്മുടെ സ്റ്റോർ റൂമിൽ. അടിപൊളി റൂമാ.
പക്ഷെ നിന്നോടുള്ള എന്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും. ഞാൻ നിന്നെ വെറുതെ കാലത്തുപ്പോ ചെരുപ്പൂരി അടിക്കും, അഴുക്ക് ചാലിപ്പിടിച്ച് തള്ളും. അത്രയുള്ള ഞാൻ സഹിക്കും. കമ്മീഷൻ സമ്മതിക്കുമോ എന്തോ? നീ വാശി പിടിച്ച അദ്ദേഹം സമ്മതിക്കും. ഹലോ ഹലോ ഹലോ, എവിടെയാ? ഡാ ഞാൻ എംബോ കോഫി ഷോപ്പിലാ. അതെവിടെയാ? ഓക്കെ 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 ഓക്കെ. ആ കണ്ടു. ഹായ്. ഹലോ. നല്ല പോസ്റ്റാണല്ലോ തന്നത്. വരുന്ന വഴിക്ക് ബൈക്കൊന്ന് പഞ്ചറായി. അയ്യോ. എക്സ്ക്യൂസ് മീ. യെസ്. 1 cappuccino. നിനക്ക് പിന്നെ പതിവ് സാധനം തന്നെയല്ലേ? ആ 1 ബ്ലാക്ക് കോഫി. ഓക്കെ. വേറെന്തെങ്കിലും? നോ താങ്ക്സ്. നീ ഇങ്ങനെ കൂടുതൽ ബ്ലാക്ക് കോഫി കുടിച്ച് കറുത്തു പോവും. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ, നീ നായികല്ലേ. എന്താ ഇന്നലെ പോയ കാര്യം? ആ പ്രൊഡ്യൂസർ എന്തായി? ഞാനിന്ന് കാലത്ത് പലതവണ അയാളെ വിളിച്ചു, പക്ഷെ ഫോൺ എടുത്തില്ല. ഇനി വേറെ ആളെ നോക്കണം. എത്രാം താളോടെ കഥ പറയണ? ഞാനായിരുന്നു കിട്ടോണ്ട് ഓടിയാന. കഥ പറഞ്ഞ് അതിന്റെ പ്രധാന ഭാഗം അടിച്ചു മാറ്റി ഇനി വേറെ ആരെങ്കിലും സിനിമ എടുക്കുന്ന എന്റെ പേടി. ശരിയാവൂടാ, നിന്റെ സിനിമയാണ് എന്റെ പ്രതീക്ഷ. ഇപ്പൊ അതും പറഞ്ഞ മമ്മയെ സോപ്പിട്ട് നിർത്തിയേക്കുന്ന. അല്ലെങ്കിൽ ഞാൻ പണ്ടേ തിരിച്ച് USA പോകേണ്ടി വന്നേനെ. എടി നിനക്ക് വട്ടാണ്. 2 വർഷമായില്ലേ സിനിമയുടെ പേരും പറഞ്ഞ് അമ്മയുടെ കാശ് മുടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഓവ്, ആ വകയിൽ അമ്മേനെ കണക്ക് പറഞ്ഞ് ബോധിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കല്ലേ അറിയൂ. ഓ സൂസിക്ക് മുടിഞ്ഞ ആയസ മമ്മിയാ. ഹായ് മമ്മി. ഗുഡ് മോർണിംഗ്. മമ്മി, എൻ്റെ അടുത്ത് ഡേവിസ് ഉണ്ട്. അയ്യോ, ഞാൻ കൊടുക്കട്ടെ? ഞാൻ എന്താ പറയാ. ഹായ് മോനെ. ഹായ്. സുഖാണോ? സുഖാണ്. പിന്നെ ഞാൻ എന്റെ സിസ്റ്റർ അയക്കുന്നുണ്ട് എറണാകുളത്തേക്ക്. അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് എങ്കിലും ഇനി നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല. അതൊക്കെ ഓക്കെ മമ്മി. ലിസിയാനി പുറപ്പെടുന്നതിന് മുന്നേ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് മമ്മീനെ തിരിച്ചു വിളിക്കാം. ഓക്കെ? ഞാൻ പറഞ്ഞ നുണ കേട്ടോ. നിന്റെ സിനിമ, അതിൽ ഞാൻ നായിക, അതിനുശേഷം നമ്മുടെ വിവാഹം. ഇതൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. നിനക്ക് സ്ത്രീധനം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അത് വാങ്ങിച്ച പുട്ടടി നടന്നെ. വന്നുണ്ട് വനദേവത. പൊളിച്ചു പറിച്ചെടുക്കല്ലേ അത്. പേര് ക്ഷമ എന്നുള്ളോട്ട് നിന്റെ സ്വഭാവത്തിൽ തുള്ളില്ല. ക്ഷമ ഇല്ല. എന്നെ പിക്കാനല്ല പറഞ്ഞേ, പിന്നെ എന്തിനാ ഡോർ ലോക്ക് ചെയ്ത് വെച്ചേക്കണേ? എന്റെ പൊന്നു മോളെ, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. ഇവിടെ ഞാൻ വന്നിട്ട് 20 മിനിറ്റ് ഞാൻ ഇവിടെ കട്ട പോസ്റ്റായിട്ട് നിൽക്കണത്. ഈ പണ്ടാര ഡ്രസ് ഇടണമെങ്കിൽ സമയാവൂലേ? ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തേനെ ഈ കരയണ. 20 മിനിറ്റ്. എടി 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. എത്ര ഉണ്ടാവും അപ്പൊ കൂട്ടി നോക്ക്, അപ്പൊ അറിയാം. നാച്ചു എന്താടി നോക്കിയേ എങ്ങോട്ട്? സത്യത്തിൽ എന്റെ പനി മാറിയിട്ടില്ലടാ. എന്താ മാറാത്ത? ചേച്ചി എന്നെ ഫ്ലാറ്റിലിരിക്കാൻ സമ്മതിക്കണില്ല. അത് ചിലപ്പേ നിന്റെ ഈ പനിയെ കള്ളപ്പനിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അയ്യാ, കോളേജ് പോണോ? പോണം. പനി എങ്ങാനും കൂടിയാലോ? നീ ഒന്ന് തൊട്ട് നോക്കിയേ. എടാ തൊട്ട് നോക്കാൻ. തൊട്ട് നോക്കാം. നേരെ ഒരു ചൂടുണ്ട്. ചെറിയ ചെറിയുള്ളൂ. അല്ല 1 മിനിറ്റ്, ഞാൻ ശരിക്കൊന്ന് നോക്കട്ടെ. നല്ല ചൂടുണ്ട്, നല്ല പനി. ഈ പനി വെച്ച് ഞാൻ എങ്ങനെ ഇന്ന് കോളേജിൽ പോവാ? നമുക്കൊന്നൊരു മൂക്കി പോവാം. ഇന്ന് എന്തായാലും നടക്കില്ല. ഇന്ന് നമ്മുടെ അവിടെ സൈറ്റിൽ ചീഫ് എഞ്ചിനീയർ വരുന്ന ദിവസം. ഇന്ന് ലീവ് എടുക്ക്. ഒരു രക്ഷയില്ല. ഇന്ന് നടക്കൂല. അല്ലെങ്കിൽ തന്നെ അവരെന്നെ പറഞ്ഞുവിടാൻ നോക്കിയിരിക്കണം. നിന്റെ ഒടുക്കത്തെ കോളല്ലേ ഈ വന്നോണ്ടിരിക്കണത്. അല്ല എന്തായാലും 2 ദിവസം കഴിയട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ പോവാം. ഓ, ഞാൻ പറഞ്ഞ നിനക്ക് പറ്റില്ല അല്ലേ? വേറെ വല്ല പെമ്പിള്ളേരാണെങ്കിൽ നിനക്ക് ഓക്കെ. എനിക്കറിയാടാ, നിനക്ക് എന്നോട് ഒരു സ്നേഹമില്ല നൗഫലേ. എന്ത് കഷ്ടമാണ്. ബൈക്കിൽ പോകേണ്ട ഞാനാണ് കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് പാപ്പാടെ കാറ് കൊടുത്ത് ലോകത്ത് ഇതേവരെ ആരും പറയാത്ത നുണയം പറഞ്ഞ് ഡീസൽ മേടിച്ച് കോളേജിൽ പോണ പെണ്ണല്ലേ. വെയിലൊന്നും കൊള്ളണ്ട, കറുത്ത് പോവൂലേ.
എന്നൊക്കെ വിചാരിച്ച് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഞാനിവിടെ കഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് വന്നപ്പോഴേക്കും അവളുടെ കഥ കേക്ക്. സ്നേഹമില്ല അല്ലേ? വണ്ടി നിർത്തടാ, വണ്ടി നിർത്ത്. ആ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്ത്. നിന്റെ കണക്ക് പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. വണ്ടി നിർത്തടാ. വെറുതെ ഇരിക്കും. വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാനിപ്പോ ചാടും. വണ്ടി നിർത്തടാ. വണ്ടി നിർത്തടാ. മതി 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 മതി. നിന്റെ ഈ കാറിന്റെ വാടകയും ഇതിലേക്ക് അടിച്ചിരിക്കുന്ന പെട്രോളിന്റെ പൈസയും എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്തേക്ക്, കൂടെ നിന്റെ അക്കൗണ്ട് നമ്പറും. താങ്ക് യു. ക്ഷമ, ഞാൻ അങ്ങനെ ഉദ്ദേശം പറഞ്ഞല്ലേ. നീങ്ങുവാ വടി, നമുക്ക് സിനിമ. അവന്റെ വാപ്പാന്റെ ഒരു പഴയ ബെൻസ് കാറ്. അങ്ങനെ വാപ്പാക്കും വിളി കിട്ടി. ഓട്ടോ അയ്യോ പുരുഷൻ. നിങ്ങളാരാ? 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 ഞാനിവിടുത്തെ ആള്. അപ്പൊ ഞാൻ ഇവിടുത്തെ ആരുമല്ലേ? ഒരു മിനിറ്റ്, ഫ്ലാറ്റ് മാറിപ്പോയോ? വെറുതെ വലിഞ്ഞു കയറി വന്നു. അയ്യോ ശരിയാണല്ലോ. ഒന്ന് മാറ് മനുഷ്യ. ഒന്ന് മാറ്. ആളോ, ക്ഷമ. ഒന്ന് ഓടി വാ. എന്താച്ചി എന്ത് പുരുഷനാരി? ഇത് നമ്മുടെ പുതിയ താമസക്കാരനാ, ഗായത്രേച്ചിയുടെ. പുരിഞ്ചു പോച്ച്. ആ രാസാത്തി എത്തിയോ? മീറ്റ് ചെയ്തോ? ഇതാണ് ആശാൻ ബാബു, ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. അയ്യേ, ഇതാണ് ഇവിടുത്തെ ഓളിനോ? ആ ദേ, ഇത് ഈ ബിൽഡിങ്ങിന്റെ ഓൾ ഇൻ ഓൾ. ചില ദിവസം ഇവിടെ വന്ന് ക്ലീൻ ചെയ്യും. പേര് തമ്മന്ന. ഒന്ന് പോസേച്ചി, കളിയാക്കല്ലേ. ഇത്തിരി കളർ ഉണ്ടെന്ന് വിചാരിച്ച്. അല്ല, സേട്ടന്റെ പേരെന്താ? ഒരു പ്രാവശ്യം പറഞ്ഞ കേട്ടൂടെ? കൊഞ്ചാണോ? പടച്ചോനായ തമ്പുരാനെ. എടി ക്ഷമ, നിന്റെ തലക്കോല്ല ഓളം ഉണ്ടാ? അപ്പൊ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലേ? നല്ല കുട്ടി. ഇങ്ങനെ ഞാൻ പറയണ പോലെ നിനക്ക് കേട്ടാലെന്താ? സത്യമായിട്ട് നീ ഇന്നലെ കുടിച്ചിട്ടില്ലല്ലോ? കുടിക്കാനാ? അല്ലാണ് നേര്. നീ ഇവിടെ എത്തുന്നു, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഊതാ. ഒന്ന് ഊതിയേ. ബ്രഷ് ചെയ്യടാ പോയിട്ട്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. നിന്നോട് വഴക്കിട്ട പിന്നെ വിഷമാ. എന്നാലും നീ എനിക്കൊരു മെസ്സേജ് പോലും ചെയ്തില്ലല്ലോടാ. എടി, നീ നിന്റെ വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് താഴും താക്കോലിട്ട് അവിടെ ഇരുന്ന അവിടെ എന്തെങ്കിലും കിട്ടുമോ? അപ്പൊ ടെക്സ്റ്റ് അയക്കണം. ഞാൻ എത്ര പ്രാവശ്യം നോക്കിക്കൊണ്ടിരുന്നു അറിയോ? എടി മോളെ, ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യണേ? അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ടാ. ഒത്തിരി ഇഷ്ടമുള്ളിടത്ത പിണക്കുണ്ടാവുക, അറിയില്ല? ഇങ്ങനെ ഇഷ്ടം കൂടി എന്റെ മയ്യത്ത് എപ്പോഴാ കാണണേന്ന് അല്ലാക്കറിയാം. ഐ ലവ് യു സോ മച്ച്. ഞാൻ ഇവിടെ പത്രം വാപ്പാ. ഗുഡ് മോർണിംഗ്. എവിടെ പോണു? ഫസ്റ്റ് ഫ്ലോറിൽ. മോർണിംഗ്. മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ചേട്ടാ, മാഡം ശനിയാഴ്ച വന്നില്ലല്ലോ, അതുകൊണ്ട് എത്രയധികം. ഇന്നത്തെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. പിന്നെ മാഡത്തിന്റെ പേഴ്സണൽ ലെറ്റർ അടിച്ച് മാറ്റി വായിക്കാൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ കേട്ടോ. ആ ജോൺസൺ സാറേ, സാറിന് 2-3 ലെറ്റർ ഉണ്ട്. ഗായത്രി, എന്താ ഈ ദേഷ്യത്തിൽ വിളിച്ചിരിക്കണേ? ചില ശല്യങ്ങളെ എത്ര കീറിയാലും പോവില്ല. അയ്യോ, അതെന്താ? ഒന്നുമില്ല, ചില ആരാധക ശല്യം. അത് നല്ലതല്ലേ? കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ആരാധകരൊക്കെ ഉള്ളത്, എന്നെ പോലെ. ഓ, സാറും എന്റെ ആരാധകനായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. ഗായത്രി അറിയാൻ ശ്രമിച്ചിട്ടില്ലല്ലോ, അതാ. പിന്നെ പുതിയ ഫ്ലാറ്റ് ശരിയായി, ഞങ്ങൾ അങ്ങോട്ട് മാറി. എല്ലാം ഓക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു കുക്കിനും കിട്ടി. അതൊക്കെയാണ് പുതിയ വിശേഷം. വേറെന്താ? ഇനി ഞാൻ ഒഴിവാക്കണു, ഒന്നും പറയുന്നില്ല എന്നൊന്നും പറയരുത്. ശരിയായില്ലെങ്കിൽ എന്റെ വീടിന്റെ അടുത്ത് ഞാൻ 2-3 കണ്ടിരുന്നു, അത് പറയാനാ വന്നത്. അവിടെ യാതൊരു ശല്യവും ഇല്ല. വേണ്ട, എല്ലാം ഓക്കെ ആയി. ഇത് ഗംഭീര ഫ്ലാറ്റാ.